കേസ് അപ്പോൾ നമുക്ക് കുറച്ച് ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കാം. കുറച്ച് ഫ്രൈസ് ഇടാം ഫസ്റ്റ്. അതിനുശേഷം കുറച്ച് ചിക്കൻ, പിന്നെയും കുറച്ച് ഫ്രൈസ്, കുറച്ച് ചിക്കൻ, അത് കഴിഞ്ഞിട്ട് നമ്മൾ പൊട്ടാറ്റോസ് ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കുറച്ചിടാം. ഇത് നമ്മൾ ഓയിലിലാണ് ഫ്രൈ ചെയ്തത്, ഇത് കുറച്ചിട്ട് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കിതിനൊക്കെ ചിക്കൻ ഒന്നും കൂടി ഇട്ട് കൊടുക്കാം. ഒന്നും കൂടി ഫ്രൈസ് ഇട്ട് ടോപ്പപ്പ് ചെയ്യാം. കുറച്ചും കൂടി ചിക്കൻ ഉണ്ട്, അതും കൂടി ഒന്നിങ്ങനെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മളിതിലേക്ക് ഇത് ചീസ് ഞാൻ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇത് കുറച്ച് കട്ടിയായിപ്പോയി, കുഴപ്പമില്ല. ഇത് കുറച്ച് ഇതിലേക്ക് ആക്കി കൊടുക്കാം. കുറച്ച് നന്നായിട്ട് മുഴുകി ഇത് ടൈറ്റായിപ്പോയി, അതിനെക്കൊണ്ടാണ് ഇങ്ങനെ. നമ്മൾ ആക്കിയാടാക്കുമ്പം ഇത്ര പ്രശ്നമില്ല. വേണമെന്നുണ്ടെങ്കിൽ ഈ ചീസ് മതിയെങ്കിൽ ഇതിൽ നിർത്താം, അല്ലെങ്കിൽ കുറച്ച് സ്റ്റൈലിന് മേലെല്ലാം ആക്കുന്നുണ്ടെങ്കിൽ ആക്കുന്നതിനെ കൊണ്ട് കുഴപ്പമില്ല. ഈ ചീസ് ഞാൻ ഫുള്ള് വടിച്ചെടുക്കുന്നുണ്ട്. ഇത് ഡ്രൈ ആയതാണ്, ഇത് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പം മെൽട്ടായിക്കോളും. ഇനി നമുക്ക് ഇതിൻ്റെ മേലേക്ക് സോസ്, നമ്മൾ 2 ടൈപ്പ് മയോണൈസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നമുക്കതൊന്ന് ആക്കി കൊടുക്കാം. ഇതിലും കൂടി ഒന്ന് ആക്കി കൊടുക്കാം. അതിനുശേഷം ഇത് നമ്മുടെ വൈറ്റ് മയോണൈസാണ്. ഇത് റെഡും വൈറ്റും കൂടിയാണ് നമ്മളിതിൽ പെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വൈറ്റ് മയോണൈസും കൂടി ഒന്ന് മുഴുവനായിട്ടും ആക്കി കൊടുക്കാം. ഇതിലേക്കും ഈ വൈറ്റ് മയോണൈസ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മയോണൈസ് നന്നായിട്ടാക്കുമ്പം നല്ല ജ്യൂസി ആയിട്ട് കിട്ടും നമുക്ക്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇത്ര കുറച്ച് ഡ്രൈ ആയി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം നന്നായിട്ട് മയോണൈസൊക്കെ ആക്കാം. അത്രയും മതിയാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചീസ് നമ്മൾ നേരത്തെ സ്ലൈസ്ഡ് ചീസാണ് യൂസ് ചെയ്യുന്നത്. മൊസറല്ല ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. സ്ലൈസ്ഡ് ചീസ് നമുക്കൊന്നിങ്ങനെ മുറിച്ചിട്ട് ഇതിൽ നിന്ന് കുറച്ച് പീസസ് ആക്കിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. നമുക്കിത് ഹീറ്റ് ചെയ്ത് കഴിക്കുമ്പോൾ നമ്മൾ മേലെ ഒരു ചീസിൻ്റെ ഒരു ഇതുണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിനെക്കൊണ്ടാണ് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ചീസിൻ്റെ നല്ലൊരു ഫ്ലേവറും കൂടി കിട്ടാനത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിതൊന്ന് ഓവനിൽ വെച്ചൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുത്താൽ നമ്മുടെ ലോഡഡ് ഫ്രൈസ് റെഡി. അപ്പോൾ ഇതാണ് നമ്മുടെ ലോഡഡ് ഫ്രൈസിൻ്റെ ഫൈനൽ ലുക്ക്. ഇതാണ് ലോഡഡിൻ്റെ ഫൈനൽ ലുക്ക്. നല്ല ടേസ്റ്റിയാണ്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ബാക്കി വീഡിയോസ് ഇടാം.
അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം എങ്ങനെയുള്ളതെന്ന്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മൾ ലോഡഡ് ഫ്രൈസ് സെറ്റായിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയൂ. അപ്പോൾ ഇതാണ് അങ്ങനെയാണ് നമ്മുടെ ലോഡഡ് ഫ്രൈസ് ഉള്ളത്. നമുക്കിത് ആദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്യാം. മിക്സ് ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാൻ. അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. ചിയേഴ്സ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഉണ്ടാക്കുന്നുണ്ട് പറയല്ല, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബൈ.